നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപകമാകുന്നത് കണക്കിലെടുത്ത് ഇന്ത്യയും മുൻകരുതൽ നടപടികൾ ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നിരീക്ഷണങ്ങളും നിയന്ത്രണങ്ങളും കർശനമാക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വാക്സിനേഷൻ തോത് വർദ്ധിപ്പിക്കാനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. ഒമൈക്രോൺ വകഭേദം കണ്ടെത്തിയ രാജ്യങ്ങളെ അപകട സാധ്യതയുള്ള രാജ്യങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന യാത്രക്കാരുടെ പരിശോധനയും നിരീക്ഷണവും അടക്കമുള്ള തുടർ നടപടികൾ കൂടുതൽ ഊർജിതമാക്കണം. കർശന നിയന്ത്രണങ്ങളും ശക്തമായ നിരീക്ഷണവും ഉറപ്പുവരുത്തണം. വാക്സിനേഷൻ തോത് വർദ്ധിപ്പിക്കാനും കോവിഡ് അനുയോജ്യമായ പെരുമാറ്റം ഉറപ്പുവരുത്താനും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. രാജ്യാന്തര വിമാനങ്ങളിൽ എത്തുന്ന യാത്രക്കാരുടെ മുൻകാല യാത്രാ വിവരങ്ങൾ ലഭിക്കുന്നതിന് റിപ്പോർട്ടിംഗ് സംവിധാനം നിലവിലുണ്ട്. ഈ സംവിധാനം സംസ്ഥാന തലത്തിൽ അവലോകനം ചെയ്യണം. പരിശോധനകൾ ശക്തമാക്കുന്നതിന് വിപുലമായ പരിശോധനാ സൗകര്യങ്ങൾ ഒരുക്കുക. ചില സംസ്ഥാനങ്ങളിൽ മൊത്തത്തിലുള്ള പരിശോധനയും RT-PCR പരിശോധനകളുടെ അനുപാതവും കുറഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകളിൽ വിപുലമായ പരിശോധനയ്ക്കൊപ്പം എല്ലാ പോസിറ്റീവ് സാമ്പിളുകളും ജീനോം സ്വീക്വൻസിംഗിനായി ലാബുകളിലേക്ക് അയക്കണം. എല്ലാ സംസ്ഥാനങ്ങളും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെ നിലനിർത്താൻ ശ്രമിക്കുക. രോഗം ആരംഭത്തിൽ തന്നെ തിരിച്ചറിയാൻ പരിശോധനകളുടെ എണ്ണവും RT-PCR പരിശോധനകളും വർദ്ധിപ്പിക്കുക. ചികിത്സ നൽകുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ സംസ്ഥാനത്തുടനീളം ആരോഗ്യ സൗകര്യങ്ങളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുക. കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം പരമാവധി ഉപയോഗിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകുക. സംസ്ഥാനങ്ങൾ പൊതുജനങ്ങളിൽ നിന്നുള്ള സാമ്പിളിംഗ് ഗണ്യമായി വർദ്ധിപ്പിക്കുക. രാജ്യത്ത് വ്യാപിക്കുന്ന വകഭേദങ്ങൾ നിരീക്ഷിക്കാൻ ഇന്ത്യൻ SARS-CoV-2 ജിനോമിക്സ് കൺസോർഷ്യം സ്ഥാപിച്ചു. വൈറസിന്റെ ജിനോമിക് വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള മൾട്ടി ലബോറട്ടറി മൾട്ടി ഏജൻസി പാൻ ഇന്ത്യ നെറ്റ്വർക്കാണിത്. വ്യാജ പ്രചാരണങ്ങൾ ഒഴിവാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും വാർത്താ സമ്മേളനങ്ങളിലൂടെയും ബുള്ളറ്റിലൂടെയും ജനങ്ങളുടെ ആശങ്ക ഇല്ലാതാക്കണം. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.